കാടമുട്ട ഒന്ന് റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതേ കാടമുട്ട വേവിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാണ്. കുറച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ലേശം ചൂടുള്ള വെള്ളം ഒഴിച്ച് നടച്ച് വെച്ച് നമ്മുടെ റോസ്റ്റ് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ് കേട്ടോ. എനിക്ക് ഇന്നലേക്കായിട്ട് ചെറിയ രീതിയിലൊരു മേലുവേദനയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നാണ് എന്നിട്ട് പാരസെറ്റമോളിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പ്രശ്നമൊന്നുമില്ല. പാരസെറ്റമോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തതാണ് കേട്ടോ. കാരണം എനിക്ക് ക്ഷീണം വയ്യായ്ക സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നീട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ. അസുഖങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഡൗൺ ആവും. നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും പിന്നെ കല്യാണമൊക്കെ വരല്ലേ, അപ്പോൾ നമ്മൾ കാരണം വേറൊരാൾക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം പോയതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഗുരുതിപ്പാലിയുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങളത് വെജിറ്റബിൾസൊക്കെ മേടിച്ചു. പിന്നെന്താ കുറച്ച് ഐറ്റംസ് നമുക്ക് വീട്ടിൽ കഴിഞ്ഞ് തരുന്ന കുറച്ച് ഐറ്റംസും ബിസ്ക്കറ്റും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലേക്ക് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായ മാത്രം കുടിച്ചിട്ടാണ് പോകുന്നായിരുന്നത്. ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക്. സ്റ്റീവിന് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവൻ വലിയ പ്രോബ്ലം ഒന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ റീലും ഷോർട്ടായിട്ടത് പോസ്റ്റ് ചെയ്തായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇന്നലെ ഉച്ചയ്ക്ക് വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല, ചെറിയ ക്ഷീണം അങ്ങനെ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറേ പേര് അന്വേഷിച്ചായിരുന്നു, പ്രോബ്ലംസ് ഒന്നും ഇല്ല, ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചേച്ചി എന്താ പാവയ്ക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയും മാങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അത് ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഉച്ചയ്ക്കത്തേക്ക് ഉണക്കമീനും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കമീൻ വറുത്തതും ശരിക്കും ഞാൻ പാവയ്ക്കും മാങ്ങയും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയാൻ പറഞ്ഞതായിരുന്നു ചേച്ചിയോട്. പക്ഷേ തേങ്ങാപ്പാലൊന്നും പിഴിയാൻ അങ്ങനെ പോകാനൊന്നും ഒരു ടൈം കിട്ടിയില്ല. തേങ്ങ പറമ്പിൽ പോയി വറുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചമ്മന്തിയിലേക്കും പാവയ്ക്കുപ്പേരിലേക്കും മാറ്റി. അങ്ങനെ ഉച്ചയൂണ് കഴിക്കുകയാണ്. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റീവിനൊന്നും അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ ഇന്ന് എൻ്റെ മൂത്ത ആങ്ങള ലാൻഡ് ചെയ്തിട്ടുണ്ട്. കല്യാണം ആവാറായല്ലോ, അപ്പോൾ ഓരോരുത്തരായിട്ട് വരാണ്. അപ്പോൾ സന്നചേട്ടൻ പോയി കൊണ്ടുവന്നു, എയർപോർട്ടിൽ പോയി കൊണ്ടുവന്നു. ഞാൻ രാവിലെ തന്നെ സന്നചേട്ടൻ വന്നപ്പോൾ തന്നെ ഒന്ന് പുറത്തിറങ്ങിയിരുന്നതാ, ഉറക്കപ്പിച്ച് നേരെ വന്നിരുന്നതാ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മേടിച്ചിട്ട് വന്നു. അപ്പോൾ സർപ്രൈസായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട വന്നില്ല, ഞാൻ മേടിച്ചിട്ട് എന്നോട് വരാമെന്നൊന്നും പറയണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഫുഡ് ാണ് അപ്പം അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. പിന്നാണെങ്കിൽ ഒരു ചെറിയൊരു നനവുള്ള അന്തരീക്ഷം. ഇന്നലെ നല്ല മഴ പെയ്തു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആകെ ഒരു സുഖമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല അന്തരീക്ഷമാണ്, പക്ഷെ നമ്മുടെ വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തേക്ക് മീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കാൻ വേണ്ടി പരിപ്പടപ്പത്ത് ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ചേച്ചി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സാമ്പാർ വയ്ക്കാൻ പോവാണ്. പിന്നെ ഇന്നാണെങ്കിൽ ഗ്രേസിന് സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആണ്, അപ്പോൾ അതിന് പോകണം. അപ്പം അതിനു മുമ്പ് പണികളൊക്കെ ഒന്ന് ഒതുക്കി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ പച്ചക്കറി കട്ട് ചെയ്ത് വെച്ചപ്പോൾ തക്കാളി എടുക്കാൻ മറന്നു പോയിണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴല്ല ഓർത്തേ, വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ തക്കാളിയുടെ കാര്യം ഓർത്തത്. അപ്പോൾ ഇനി തക്കാളി ഇത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് തക്കാളി അതുപോലെ തന്നെ വെണ്ടക്കായും ഒന്ന് വഴറ്റിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സാമ്പാറിൽ പൊതുവേ പുളി അധികം ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് തക്കാളിക്ക് 1-2 തക്കാളി അങ്ങനെ കൊടുക്കണേ. പിന്നെ സവോള ആണെങ്കിലും ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടാറില്ല. മുമ്പ് ഒരു ദിവസം ഞാൻ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ചേച്ചി ചോദിച്ചായിരുന്നു, നിങ്ങൾ സവോള ഒന്നും ഇടില്ലേന്ന്. ഇടാറുണ്ട് കേട്ടോ ചേച്ചി, ഞങ്ങൾ വല്ലപ്പോഴും ചില നേരത്തൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് സാമ്പാറൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ സാമ്പാർ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വരാറ്. ചില സമയത്തൊക്കെ ഇങ്ങനെ വിട്ടൊക്കെ പോണതാണ്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു വിസിൽ കളഞ്ഞാൽ മതി. അപ്പോൾ സാമ്പാർ പ്രിയർക്ക് ഓക്കെയാണ്. ചേച്ചി പെണ്ണിൻ്റെ പോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റീവും സാമ്പാർ പ്രിയൻ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മീൻ നട്ടറാണ് മീൻ പറഞ്ഞേക്കണത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് എത്തും. അപ്പോൾ ഇനി വേറെന്താ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാറിനുള്ള പരിപാടികൾ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വിസിൽ കളഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ വെളിച്ചെണ്ണയിൽ തക്കാളിയും അതുപോലെ വെണ്ടക്കായ ഒന്ന് വഴറ്റി ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടുവിട്ടാൽ വഴറ്റി നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടു. ഇനി നല്ലോണം ഒന്ന് കലക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ കടുകും പച്ചമുളകും കറിവേപ്പിലൊക്കെ താളിച്ചിട്ട് നമ്മുടെ സാമ്പാർ അങ്ങനെ റെഡി ആവും കേട്ടോ. ചവിട്ടില്ലാട് ജില്ലയില് ഞങ്ങൾ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ കേട്ടോ. ഗ്രേസിന്റെ സ്കൂളിലേക്ക് സ്കൂൾ മീറ്റിംഗ്. അപ്പൊ അപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. പിന്നെ എന്നിട്ടൊക്കെ പറയാ ഗുഡ് ഗേൾ ആയിരുന്നോ ബാഡ് ഗേൾ ആയിരുന്നോ? സ്റ്റീവിന്റെ മുടിയൊന്ന് വെട്ടിക്കണം. പിന്നെ സ്റ്റീവിന്റെ മുടിയൊക്കെ വെട്ടിക്കണം. അപ്പൊ ഞാൻ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ പറ സ്റ്റീവ്. ബൈ പറഞ്ഞേ ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ബൈ പറ.